പ്രഷയം ഷിനാസ്, ഈ പ്രശ്നം സമീപ ഭാവിയിൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, അമേരിക്ക ഇറാൻ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇന്നലെ മുജ്തബ ഖമനൈ പറഞ്ഞ കാര്യം കേട്ടതാണ്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യവും കേട്ടതാണ്. രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു വശത്ത് എന്ത് പാരലായി ചെയ്യാൻ കഴിയും? ഇന്നലെ വന്ന ഒരു കാര്യം, ഫുജൈറ വഴി ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വിധത്തിൽ യു എയിൽ നിന്ന്, യു എ ഇപ്പോൾ ഒപ്പക്കിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു, അപ്പോൾ യു എയിൽ നിന്ന് ഇന്ധനം എത്തിക്കാൻ ഉള്ള ശ്രമം ഇന്ത്യ നടത്തും. മറ്റ് ഇപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള റഷ്യൻ എണ്ണ വാങ്ങാനുള്ള കാലാവധി അമേരിക്ക ഇന്ത്യക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ റഷ്യയെ അടക്കം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ധന പ്രതിസന്ധി ഇല്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉരുത്തിരിയണം? ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരൊറ്റ ചോദ്യമല്ല. മുസ്തഫ ഖമനൈ ഇന്ന് പത്രങ്ങളിൽ വന്ന പ്രസ്താവന വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് വിയറ്റ്നാം യുദ്ധകാലത്ത് ഹോച്ചിമിൻ പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാക്യമാണ്. അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ 10 പേരെ കൊന്നാലും, ഞങ്ങൾ നിങ്ങളുടെ ഒരാളെ മാത്രം കൊന്നാലും അവസാനം വിജയം ഞങ്ങളുടേതായിരിക്കും. അത് ആ സഹനശക്തി, ദീർഘകാലം പോരാടാനുള്ള മനോവീര്യം, ശത്രുവിൻ്റെ മനോവീര്യം കെടുത്തി ഇതിനെ ഒരു വാർ ഓഫ് അട്രിഷൻ ആക്കി മാറ്റാനുള്ള ഒരു പ്രാപ്തി അദ്ദേഹം കാണുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രകൃതിവാതകവും എണ്ണയെയും കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പ്രകൃതിവാതകവും എണ്ണയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മറ്റൊരു തരത്തിൽ ഇൻഡസ്ട്രിയൽ ജയൻസാണ്, വ്യാവസായിക ഭീമന്മാരാണ്. ഏത് തരത്തിൽ എന്ന് വെച്ചാൽ പെട്രോ കെമിക്കൽ ഡെറിവേറ്റീവ്സ്, അതായത് പെട്രോ കെമിക്കൽ നിഷ്പന്നങ്ങൾ, ഉപോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉൽപ്പാദക രാഷ്ട്രങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ LPG എന്ന പ്രകൃതിവാതകവും ഉൽപ്പാദിപ്പിക്കാൻ പ്രൊപ്പൈനും ബ്യൂട്ടൈനും വേണം. അത് ഒരു പെട്രോ കെമിക്കൽ ഡെറിവേറ്റീവാണ്. അതുപോലെ രാസവളം, മെറ്റൽസ്, ഫാർമ സെക്ടർ, അതിനൊക്കെ സൾഫർ വേണം. ഈ സൾഫർ എന്ന് പറഞ്ഞാൽ ഒരു പെട്രോ കെമിക്കൽ ഡെറിവേറ്റീവാണ്. അതുപോലെ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഈ പെട്രോ കെമിക്കൽ ഉപോൽപ്പന്നങ്ങൾ വേണം. അതുപോലെ തന്നെ ഹീലിയം കടന്നു വരുന്നത് പ്രധാനമായിട്ടും ഹോർമുസ് വഴിയാണ്. അപ്പോൾ ഹീലിയം വേണ്ടത്ര ലഭ്യമല്ലെങ്കിൽ സെമി കണ്ടക്ടർ നിർമ്മാണം സ്തംഭനാവസ്ഥയിലാവും. അതോടൊപ്പം തന്നെ MRI മെഷീൻസ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അത് ഹീലിയം റീഫിൽ ചെയ്തില്ലെങ്കിൽ പ്രവർത്തിക്കില്ല. ഇങ്ങനെ ഈ എണ്ണയുടെയും ഗ്യാസിൻ്റെയും കാര്യമല്ലാതെ ഇന്ത്യയെ ബാധിക്കുന്ന ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ്, രാസവളത്തിൻ്റെ കാര്യമെടുക്കാം. ഇപ്പോൾ രാസവള നിർമ്മാണത്തിന് ഈ പെട്രോ കെമിക്കൽ ഡെറിവേറ്റീവായിട്ടുള്ള സൾഫർ അനിവാര്യമാണ്. അപ്പോൾ ഈ രാസവള ലഭ്യത കുറഞ്ഞതുകൊണ്ട് ഇന്ത്യ ഖാരിഫ് വിള ഇവിടെ കാര്യത്തിൽ ഒരു ചെറിയതല്ല കാര്യമായ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. മാർച്ച് 18-നാണ് ഇസ്രായേൽ ഇറാനിലെ സൗത്ത് പാർസ് പ്രകൃതിവാതക പാടം ആക്രമിച്ചത്. അതിന് മറുപടിയായി ഇറാൻ പല ഗൾഫ് രാജ്യങ്ങളുടെയും ഈ ഊർജ അല്ലെങ്കിൽ പ്രകൃതിവാതക എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെയും, പ്രത്യേകിച്ച് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, അതാണ് ലോകത്തെ ഏറ്റവും അധികം LNG ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം. അവിടെ നിന്നാണ് ഇന്ത്യ LNGയുടെ പ്രകൃതിവാതകത്തിൻ്റെ ഈ 2/5 ഭാഗവും വാങ്ങുന്നത്. അപ്പം ഖത്തർ ഇപ്പോൾ പ്രഖ്യാപിച്ച്, ഖത്തറിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ഖത്തർ
എനർജി CEO ആയ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതിവിപുലമാണ്. അത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല. അത് അത് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വ നിലയിലാക്കാൻ 3 വർഷം മുതൽ 5 വർഷം വരെ മിനിമം എടുത്തേക്കാം. അതുകൊണ്ട് ഖത്തർ തന്നെ ഈ കച്ചവട ഇടപാടുകളിൽ പ്രഖ്യാപിക്കുന്ന ഫോഴ്സ് മെജ്യൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അസാധാരണമായ അവിചാരിതമായ തടയാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായാൽ നിലവിൽ ഒപ്പുവെച്ച കരാറുകളിൽ നിന്ന് പിന്മാറാനും കരാർ റദ്ദാക്കാനും അല്ലെങ്കിൽ താൽക്കാലികമായി കൂടുതൽ നീട്ടാനും ഒക്കെയുള്ള ഫോഴ്സ് മെജ്യൂർ വളരെ അപൂർവമായാണ് രാജ്യങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കാറുള്ളത്. അത്തരം ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇറാനിൽ ഈ യുദ്ധം വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ ആരും ജയിക്കാത്ത യുദ്ധമാണ്. ഇറാനും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെട്ട യുദ്ധമാണെങ്കിൽ കൂടി ലോകരാജ്യങ്ങളെ മൊത്തം കുലുക്കി മറിച്ചു ഈ യുദ്ധം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസ്, അതുപോലെ അഗ്രികൾച്ചർ, മിക്ക ലോകരാജ്യങ്ങളുടെയും ഭക്ഷ്യവ്യവസ്ഥയെയും അതുപോലെ തന്നെ ഈ വ്യവസായങ്ങളെയും നിലനിർത്തുന്ന പെട്രോ കെമിക്കൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഗൾഫിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും കടന്നു വരുന്നത് ഹോർമസിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയെ ഈ പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു മേഖലയിലും ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യ മാത്രമല്ല സൗത്ത് കൊറിയ, ഒരുപാട് രാജ്യങ്ങൾ. അതുകൊണ്ടാണ് എല്ലാവരും തോൽപ്പിക്കപ്പെട്ട യുദ്ധം, ആരും ജയിക്കാത്ത യുദ്ധം എന്ന് ഞാൻ മാറുകയാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ ആളുടെ മനോമുകുരത്തിൽ വിരിയുന്ന തോന്നിയാസങ്ങൾ മൂലം നമ്മൾ ഇവിടെ കഴിക്കുന്ന ഒരു ഉഴുന്നുവടയും ചായയും മുതൽ നമ്മുടെ കൃഷി, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ സകലതും ബാധിക്കപ്പെടുന്ന തരത്തിൽ ലോകം ബന്ദിയാകുന്ന വിധത്തിൽ ഒരാളുടെ യുദ്ധഭ്രാന്ത് ലോകത്തെ ബന്ദിയാക്കുന്ന അഭൂതപൂർവമായ ഒരു ക്രൈസിസിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഓഹരി, കമ്പോളം, ഇതെല്ലാം ബാധിക്കപ്പെടുകയാണ്. അങ്ങനെ ഓരോ മനുഷ്യനെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തളർത്തിക്കളയുന്ന വിധത്തിലാണ് ഈ യുദ്ധഭ്രാന്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.